ഞങ്ങൾ ബെസ്റ്റ് ഓപ്ഷൻസ് ഫുഡിലേക്ക് പോവാണ്. ഹേബർട്ട് സീത്തിലുള്ള നിങ്ങളുടെ സ്വന്തം മലയാളി കടയാണോ? ഞങ്ങളുടെ സ്വന്തം മലയാളി കട. എല്ലാ മലയാളി സാധനങ്ങളും ഒറ്റൊരു കുട കീഴിൽ. ഒരു ചെറിയ വിഷു ഷോപ്പിംഗ് ആണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നോ? അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ കണ്ടോ, വിഷു കണി ഒരുക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നാട്ടിലെ പറ, നിലവിളക്ക്, പിന്നെ വെള്ളരിക്ക, കായ്, തേങ്ങ, പംകിൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിനിയും ഇവിടെ ഉണ്ട്. വിഷു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമല്ലേ. നമുക്ക് ഈ കണി ഒരുക്കി കഴിഞ്ഞാലല്ല വിഷു കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഇവിടുന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പെതുക്കെ ഇങ്ങ് വന്ന് ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒരു കണിയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് വന്നതാണ്. അതെ അതെ. അല്ല, ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന്. അതെ, മലയാളി കട എല്ലാം ഉണ്ട്. മലയാളി കടയുണ്ട്. നോർത്ത് ഇന്ത്യൻസിന് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഉണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് മേടിക്കാറുണ്ട്. ഈ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ ഫേവറേറ്റ്സ് ഒക്കെ ഞാൻ വേണേൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലതരം മട്ട റൈസിൻ്റെ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ കൈമ റൈസ്, എല്ലാവരും ചോദിച്ചു വരുന്ന റൈസാണ് കൈമ റൈസ്. അത് നമുക്ക് ഇവിടെ കിട്ടും. ബിരിയാണിയൊക്കെ വെക്കാൻ എനിക്ക് തോന്നുന്ന യൂസ് ചെയ്യുന്ന റൈസസ് ആണ്. ജീരകശാല അരി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ബാസ്മതി ഉണ്ട്. അങ്ങനെ പലതരം അരിയുടെ വെറൈറ്റി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് 1-2 ബ്രാൻഡ്സ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്സ് നാട്ടിൽ പോലും കിട്ടും. ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ബ്രാൻഡ്സ്. അതുപോലെ യെസ്, അല്ലേ, ഒത്തിരി ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി കിച്ചൺ ട്രഷേഴ്സ്, സോന മസൂരി റൈസ്, ഇതൊക്കെ നാട്ടിൽ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇഷ്ടംപോലെ സാധനമുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതെ, ഏത് വേണോ അത് ഇവിടെ കിട്ടും. അതെ, ഉണക്കമീൻ, നാട്ടിൽ കിട്ടുന്ന ഉണക്കമീൻ നമുക്കിവിടെ സ്വന്തമായിട്ട് നമുക്കിവിടെ കിട്ടും. ഉണക്കമീൻ്റെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ദാണ്ട് ഇത് കണ്ടോ, ഡ്രൈ ഫിഷ് എന്ന് പറയുന്നത്. ഇതൊരു ഉണക്കമീൻ്റെ അതാണ് ഡ്രൈ സിൽവർ ബെലി ഹോൾ ഫിഷ്. ഉണക്കമീൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഒറ്റൊരെണ്ണം മാത്രമല്ല, ഇഷ്ടംപോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പലതരം സ്നാക്സ് ആണ്. നമുക്ക് 4 മണി ചായയുടെ കൂടെ കുടിക്കാൻ ഇപ്പം ഞങ്ങൾ വേറെ സ്നാക്സ് ഒന്നും മേടിക്കാറില്ല. ഇവിടെ നിന്നാണ് എല്ലാം കൊണ്ടുവന്നത്. നാടൻ സ്നാക്സ് കിട്ടുമല്ലോ. അപ്പം മിച്ചർ മുട്ടായി, ഇത് ഒരു നൊസ്റ്റാൾജിക് സാധനമാണ്. നാട്ടിൽ മാത്രം യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബൾക്കായിട്ട് കൊണ്ടുവരുമായിരുന്നു. ബൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് എത്ര കൂടി വന്നാൽ ഒരു 3-4 കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് ആ കൊതി വരുമ്പം നെക്സ്റ്റ് ഇയർ നോക്കിയിരിക്കണം. ഇപ്പം ഇവിടെ മിച്ചർ ബോൾസും ഉണ്ട്, ഇതുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അതെന്താ, നമുക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹമുണ്ടോ നാട്ടിൽ പോയിട്ട്, ആ സാധനങ്ങൾ മോസ്റ്റ് ഓഫ് ദി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് ഉണ്ട്. അപ്പം ലൈക്ക് ബനാന ചിപ്സ് തന്നെ കുറേ ഇതുണ്ട്. കുറേ ടൈപ്പിലും ബനാന ചിപ്സ് ഉണ്ട്. വേറെ വേറെ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ്സ് അപ്പം എടുക്കും. അപ്പം എനിക്കിഷ്ടമുള്ള ബ്രാൻഡാണ് ഒന്ന് പാലാട്ടിൻ്റെ, എനിക്കിഷ്ടമാണ്. പുണ്യാളൻ്റെ ഇഷ്ടമാണ്. പുണ്യാളൻ്റെ ഇപ്പം വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. ഇതാണ്ട് ശർക്കര പുരട്ടി. ഇതൊക്കെ നമുക്ക് നാട്ടിൽ എപ്പോഴും പോകുമ്പം മിസ് ചെയ്യുന്നൊരു സാധനം ഇങ്ങ് വരുമ്പോഴത്തേക്കാണ്. അപ്പം വിഷു ഒക്കെ അല്ലേ, അപ്പം സദ്യയുടെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പക്കാവട, പിന്നെന്നാ പുണ്യാളിൻ്റെ കുർക്കുറേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇമ്പൾസീവ് ബൈങ് എല്ലാം അങ്ങ് എടുക്കും. ഇത് പുണ്യാളിൻ്റെ കുർക്കുറേ സ്റ്റൈൽ. ഇത് നല്ല കപ്പയുടെ ഒരു ചിപ്സാണ്. നല്ല ഫ്ലേവറുള്ള നല്ല രസമുള്ള സാധനങ്ങളാണ്. പിന്നെ പ്രിൻസിൻ്റെ അതിലൊരു കാര്യമുണ്ട്, 1+1 ഫ്രീ ആണ്. ബൈ 1 get 1 ഫ്രീ ആണ്. അപ്പം 229 നമുക്ക് എന്ത് വേണേലും ഇതിനകത്തുനിന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു മുറുക്കും ഒരു ഇതും എടുക്കണേന് 2.29 ഉള്ളൂ. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എടുക്കാം. പ്രിൻസ് ഫുഡിലും ഉണ്ട്, അത് കിച്ചൺ ട്രഷേഴ്സിലും ഉണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ ബനാന ചിപ്സ് കൊണ്ടുപോയപ്പം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എടുത്തായിരുന്നു. 4 മണി ഇഷ്ടംപോലെ ബ്രാൻഡുണ്ട്. പറയാൻ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുണ്യാളൻ, ജാക്മി, പാലാട്ട്, അതാണ്ട് അജ്മി, നീല, മറിയം, പിന്നെന്തോ ഉണ്ട്, തെക്കൻസ്, എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. പറയാൻ നമുക്ക് ഓർമ്മ നിൽക്കില്ല. പ്രിൻസ് ഫുഡ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പം സ്നാക്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ചക്ക വറുത്തതൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് സീസൺ നോക്കി നിൽക്കണ്ട. എല്ലാ സീസണിലും 12 മന്ത്സിലും അവൈലബിൾ ആണ് ചക്ക വറുത്തതൊക്കെ. അച്ചാറിൻ്റെ വെറൈറ്റി കണ്ടോ, നമ്മളിനി വീട്ടിൽ അച്ചാറിട്ട് മെനക്കെടണ്ട, ഇഷ്ടംപോലെ ഉണ്ട്. നോൺ വെജ് ഉണ്ട്, വെജ് ഉണ്ട്, പലതരം ബ്രാൻഡ്സ്. അഗൈൻ കിച്ചൺ ട്രഷേഴ്സ്, മരിയാസ്, മേളം, പിന്നെന്താ കിച്ചൺ നില, പാലാട്ട്,
പിന്നെ ഇതൊരു ഫേമസ് ബ്രാൻഡല്ലേ നാട്ടില്, അമ്മാമ്മയുടെ അച്ചാർ എന്ന് പറയുന്നത്. അപ്പം ഇതും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്ന അമ്മച്ചിയും മോനും കൂടെ അവർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സിന്. അപ്പം അതുവരെ നമുക്കിവിടെ കിട്ടും ഇഷ്ടംപോലെ. മാങ്ങ, ലെമൺ ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, അങ്ങനെ യു നെയിം ഇറ്റ് അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാന്ന് തോന്നുന്നു കേട്ടോ. മാംഗോ പിക്കിൾ ഇതുണ്ടോ, അശോകയുടെ ആണ്. മാംഗോ പിക്കിൾ ഇൻ ഒലിവ് ഓയിൽ. അപ്പം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ഇഷ്ടമാണെങ്കിൽ അതും ഉണ്ട് ഇവിടെ. യെസ് യെസ്, ഏത് ബ്രാൻഡും കിട്ടും. നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡ് ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, പാലാട്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ടിൻഡ് ഫിഷ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കിവിടെ. ഉണ്ട്, സാർഡീൻ ഉണ്ട്. അങ്ങനെ ഇത് നമുക്ക് റെഡി ടു ഈറ്റ് ഫിഷ് കാര്യങ്ങളും പിന്നെ റെഡി ടു ഈറ്റ് മീൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഇൻ കേസ് കുക്ക് ചെയ്യാൻ ഇച്ചിരി മടിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമുക്ക് പെട്ടെന്ന് ഒരു ഊണാക്കി എടുക്കാം. അതെ. അപ്പോൾ ഒരു മീൻ ചട്ടിയും കൂടെ ഞങ്ങൾക്ക് വേണമായിരുന്നു. നാട്ടിൽ മീൻ ചട്ടി നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോൾ പൊട്ടി കിട്ടും നമുക്ക്. അതുപോലെ വെയിറ്റും പോവും, പ്ലസ് ചില സമയത്ത് നമുക്ക് തിരിച്ച് നമുക്ക് സെക്യൂർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ബ്ലാക്ക് കളറിലെ ഉണ്ട്, ഇതും ഉണ്ട്. പിന്നെ ഏതാണ്ട് വെള്ളം കുടിക്കാനുള്ള കുടം എല്ലാം ഉണ്ട്. യെസ് യെസ്. അതെ, അത് നമുക്ക് പറയാൻ ആൻസറും കാണത്തില്ല, പക്ഷെ എന്തോ ഇല്ല എന്നുള്ളത്. പൊടിയെല്ലാം ഉണ്ട് നമുക്ക്. അതും പലതരം ബ്രാൻഡ്സിൻ്റെ ആണ്. പുട്ടുപൊടി, ദോശപ്പൊടി, അങ്ങനത്തെ പല കാര്യങ്ങൾ, പാലപ്പം പൊടി, അങ്ങനെ കുറേ കാര്യങ്ങൾ മിക്സ് ഉണ്ട്. കൊണ്ടുപോവുക, നനയ്ക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ ഏതാണ്ട് ഇതൊക്കെ ഉണ്ട്. നാട്ടിൽ ഏലക്കയും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പലതരം ഇതാ എന്നാ പറയുന്നത്, സൈസിലും ഉണ്ട്. നമുക്ക് ചെറുത് മതിയെങ്കിൽ ചെറുതുണ്ട്, വലുത് വേണമെങ്കിൽ വലുതായിട്ടും ഉണ്ട്. പിന്നെ ഏതാണ്ട് നാട്ടിലെ നാരങ്ങ മുട്ടായി. യെസ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ് യെസ് യെസ്. നീഡോ ഒക്കെ നമ്മളിങ്ങനെ നോക്കി നടക്കും, പാൽപ്പൊടികൾ. അതൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് മേടിച്ചോണ്ട് പോകും. പിന്നെ ചായയുടെ കൂടി സ്നാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉന്നക്കായ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഉന്നക്കായ, ഉള്ളിവട, ഉഴുന്നുവട ചട്നിക്കൊക്കെ ദോശ വട വിത്ത് ചട്നി രണ്ടും കൂടെ ഉണ്ട്. ദോശയുണ്ട്, വടയുണ്ട്, ചട്നിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റും. പിന്നെ 4 മണിക്ക് ഏതാണ്ട് ലഡു ഉൾപ്പെടെ ഉണ്ട്. നാട്ടിൽ ലഡുവാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം എനിക്കിത് വേണം. ഇതാണ്ട് ബനാന ഫ്രൈ ഉണ്ട്, ജാക്മിയുടെ കൊഴുക്കട്ടയുണ്ട്. പിന്നെ ഏതാണ്ട് നാട്ടിലെ ഫ്രോസൺ ചക്കയുണ്ട്. അങ്ങനെ പലതരം സാധനങ്ങളും ഉണ്ട്. വെജ് കട്ട്ലേറ്റ് ഒരു നല്ല ഐറ്റമാണ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മിക്സ് ആൻഡ് മാച്ച്. ഈ പ്രാവശ്യം നമ്മൾ ഇത് രണ്ടും കൊണ്ട്, അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും രണ്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. ഇല്ല, ടേസ്റ്റും സെയിം തന്നെ, നാട്ടിലെ പോലെ. ആ ഫ്രോസൻ്റെ ഒരു ടേസ്റ്റ് അല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സമോസ മേടിച്ചായിരുന്നു ഇവിടുന്ന്. സമോസ കഴിച്ചാൽ നല്ല നോർമൽ, നമ്മുടെ ഫ്രോസനാന്ന് പറയത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ ഞങ്ങൾ ഇവിടുന്ന് ഡക്കിൻ്റെ ഫ്രഷ് ഡക്കിൻ്റെ മുട്ട മേടിക്കാറുണ്ട്. താറാവ് മുട്ട. അവന് കോഴിമുട്ട സൂട്ട് ചെയ്യത്തില്ല, അപ്പോൾ പിന്നെ നമ്മളിതാണ് മേടിക്കുന്നത്. പിന്നെ ഈ ഒരു മാങ്ങ ഭയങ്കര ഒരു ഹൈലൈറ്റ്, ഭയങ്കര നൈസാണ്. ഓറഞ്ച് കളർ മാങ്ങ അകത്ത് വരുന്നത്, ഭയങ്കര ടേസ്റ്റാണ്. അധികം കിട്ടാറില്ല എവിടെയെങ്കിലും. അപ്പം പിന്നെ ഇവിടുന്ന് പിന്നെ നമുക്ക് നാടൻ ഏത്തക്ക ഉണ്ട്. അപ്പം കൊച്ചിന് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങും തപ്പി നടക്കുന്ന ഇഷ്ടം പോലെ എപ്പോഴും കിട്ടും. എന്താണ് ഗ്രോസറി ഷോപ്പിംഗ് വന്നിട്ട് ദൈവങ്ങൾ നോക്കിക്കാണല്ലോ. ഇങ്ങനെ വേറെ കട കണ്ടിട്ടുണ്ടോ? ഗ്രോസറി ഷോപ്പിങ്ങിനൊപ്പം ഫർണിച്ചർ ഷോപ്പിങ്ങും കൂടെ നമുക്ക് നടത്താം. നാട്ടിലെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ആണ്. പിന്നെ നാട്ടിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എന്താണ്ട് നെറ്റിപ്പട്ടം ഇത് കണ്ടോ, ഇത് തുറക്കാൻ പൂട്ടി വെച്ചേക്കുവാന്ന് തോന്നുന്നു. നമുക്ക് പൂട്ടി വെക്കാൻ നമ്മുടെ വാല്യുവേബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതൊക്കെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന സാധനങ്ങൾ. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് നോക്കും ഇങ്ങനെ ഫർണിച്ചർ ഇല്ലാത്ത പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ. വുഡൻ ട്രേ ഉണ്ട്. നാട്ടിലെ പോലത്തെ ആ ഒരു തനിമ. നമ്മൾ വീടൊക്കെ മാറും, അല്ല ഹൗസ് വാമിങ് ഗിഫ്റ്റിനൊക്കെ നല്ല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതെ, നേരത്തെ പറഞ്ഞ പോലെ ഇതാണ്ട് പലതരം സോഫാസും നോർമൽ നമ്മുടെ ചെസ്റ്റ് ഡ്രോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിളും ബെഡും എല്ലാം അവൈലബിൾ ആണ്. ഫർണിച്ചർ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതിനകത്ത് വിൻറ്റേജ് സ്റ്റൈലും ഒക്കെ അങ്ങനെയൊക്കെ പലതരം. നമുക്കറിയത്തില്ല, എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല, പക്ഷേ എന്തോ വിൻറ്റേജ് സാധനങ്ങളും ഒക്കെ ഇവിടെ കിട്ടുന്നു. അതെ ഏതാണ്ട് സൂപ്പർ മാർക്കറ്റ് തന്നെ. അപ്പം ഇങ്ങനെ കുറേ ആൻറ്റീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് താഴെ വരുമ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഗ്രോസറി സ്റ്റോർ. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലും ഈ ഒരു ഫർണിച്ചർ കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം.
എന്തായാലും നമുക്ക് എന്തൊക്കെ മേടിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഒരു റാക്കിൽ ഒരു സാധനം ഞാൻ കണ്ട്. നല്ല പ്രിട്ടി അല്ലേ? അപ്പം ബ്രാസിൻ്റെ തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ അതെ, ഇതൊക്കെ നമ്മൾ നോക്കി ഇനിയും ഈസ്റ്റ് ടൈമിലൊന്നും പോകണ്ട, അത്ര ദൂരെ വരെ ഒന്നും പോകണ്ട. ഇവിടെ തന്നെ ഉണ്ട്, ഹേവേർഡ്സ് ഹീത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലേ ഉഴുന്നുവടയൊക്കെ നമുക്ക് ബൾക്കായിട്ട് മേടിക്കാൻ കിട്ടും. ഇതിപ്പം എത്ര 20 or 50 ഒക്കെ പാക്കറ്റ്സ് ആണ്. വലിയ വലിയ ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബനാന ഫ്രൈ, ഇഡ്ഡലി ഇതെല്ലാം ഫ്രോസൺ ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. പൊറോട്ട എല്ലാം വലിയ പാക്കറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അതെ, പിന്നെ അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കാൻ നടക്കണ്ടേ. ക്യാരറ്റ് കേക്ക്, ഗ്രേറ്റഡ് കോക്കനട്ട്, ചെറിയ ഉള്ളി, അങ്ങനെയൊക്കെ പലതരം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗ്രേറ്റഡ് ഓക്ര, വെണ്ടയ്ക്കൊന്നും മേടിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോകണ്ട. ഡ്രം സ്റ്റിക്ക് ഉണ്ട്, മുരിങ്ങയ്ക്കായ ഇവിടെ ഫ്രോസൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ, അപ്പോൾ അത് ഫ്രോസൺ ആയിട്ടുള്ള. പിന്നെ സാമ്പാർ കൂട്ടുണ്ട്, നേരെ സാമ്പാർ കൂട്ട് കൊണ്ടുപോവുക, സാമ്പാർ വെക്കുക. അങ്ങനെ പലതരം കപ്പയുണ്ട് കേട്ടോ. കപ്പ ഫ്രോസൺ ആയിട്ടുണ്ട്. നമുക്ക് കപ്പ, ഡ്രം കട്ട്, അങ്ങനെ കാര്യങ്ങളും. പിന്നെ വെജ് ബിരിയാണി, പിന്നെ എന്താണ് ഇല്ലാത്തത് പറയാനും ബുദ്ധിമുട്ടില്ലേ? അതെ അതെ. പിന്നെ നമുക്ക് പൾസസ് വേണ്ടിയതായിട്ടുള്ള പൾസസ്, വൻപയർ, ചെറുപയർ, വെള്ളക്കടല, കറുത്ത കടല, കടുക്, ജീരകം എല്ലാം അങ്ങനെ അല്ലറ ചില്ലറ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതാണ്ട് ഹോസ് ഗ്രാം, ഉഡിത് ദാൽ, മൂങ്ങിൻ്റെ ബീൻസ് ഉണ്ട്, രാജ്മയുണ്ട്. നോർത്ത് ഇന്ത്യൻസിനൊക്കെ രാജ്മ ചാവൽ ഇഷ്ടമല്ലേ, അപ്പോൾ അതിനുള്ള കിഡ്നി ബീൻസ് എന്ന് പറയുന്നത് അതൊക്കെ നോർത്ത് ഇന്ത്യൻസിനും ഉണ്ട്. എന്നുവെച്ചാൽ നോർത്തിൽ ഇപ്പം എന്നെ പോലും നോർത്തിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കും ഫുള്ളി സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇഷ്ടമാണ്, എന്നാലും നോർത്ത് ഇന്ത്യനും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ പഫ്ഡ് റൈസ്, നമുക്ക് ഭേലൊക്കെ ഉണ്ടാക്കാനും ഒക്കെ അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നോർത്തിലെയും സൗത്തിലെയും കൂടെ ഒരു ബ്ലെൻഡാണ്. ഇനി വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട. എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഒരു 11-12 പൗണ്ട് കൊടുക്കണം ഒരു ബിരിയാണി മേടിക്കണമെങ്കിൽ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഹാർഡ്ലി എത്ര പൗണ്ടാണെന്ന് പറയട്ടെ. ചിക്കൻ ബിരിയാണിക്ക് 4.99, മട്ടൻ ബിരിയാണിക്ക് 5.49. അപ്പം പകുതി വിലയ്ക്ക് നമുക്ക് 2 എണ്ണം മേടിച്ച് കഴിക്കാൻ പറ്റും. അപ്പം അതെ, തെക്കൻസിൻ്റെയാണ്. അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള ഇതാണ്. ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ട്, ഞാൻ നോൺ കഴിക്കത്തില്ല, പക്ഷേ ഹസ്ബൻഡ് മേടിച്ച് കഴിക്കാറുണ്ട്. ബീഫ് റോസ്റ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ചോറിനൊരു കറി ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. അതെ, കിഴി പൊറോട്ട, പാൽ പൊറോട്ട, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ടപ്പിയൊക്കെ വിത്ത് ചട്നി, കപ്പയുണ്ട്. കപ്പയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർ, ന്യൂലി മാരീഡ് ഒക്കെ ആണെങ്കിൽ മേടിച്ചോണ്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ എല്ലാം ഒരു കൊടക്കീഴിയിലുണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, ഞാൻ പറയാം നോർത്ത് ഇന്ത്യൻ പറഞ്ഞപ്പോൾ തന്നെ സോൻ പാപ്പിടി, ജാം, പിന്നെ നമ്മുടെ ബൂസ്റ്റ്, നോർമൽ ബോൺവിറ്റ ബൂസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലിനകത്തിലിട്ട് കുടിക്കുക, അങ്ങനെ പലതരം സാധനങ്ങളും എല്ലാം ഇല്ല, തീരില്ല. അപ്പോൾ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാം എടുത്തുകൊണ്ട് പോകാൻ തോന്നിക്കും. ഇനി നമുക്ക് വന്ന് മേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഇവിടെ ഹോം ഡെലിവറി സർവീസും അവൈലബിൾ ആണ്. ഇപ്പം ഹോർഷം ക്രോളിയിൽ വീക്ക്ലി വൺസ് ഇവർ ഡെലിവറി ചെയ്യാറുണ്ട്. 30 pounds മിനിമം സ്പെൻഡ് ഉണ്ട്. പിന്നെ ഈ ഒരു ലൊക്കാലിറ്റിയിലാണെങ്കിൽ ഹേവേർഡ്സ് ഹീത്ത്, ബർജസ് ഹിൽ ഏരിയ ആണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ്. പക്ഷേ മിനിമം സ്പെൻഡ് ഓൺലി 15 pounds ഉള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവർക്ക് വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനാണ് എപ്പോഴും വന്ന് അങ്ങ് മേടിക്കുക. അപ്പം എനിക്ക് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ കാണാമല്ലോ. പക്ഷേ ഇൻ കേസ് നമുക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ അവരുടെ വെബ്സൈറ്റിലും കൂടെ ഓർഡർ ചെയ്യാം, വാട്സാപ്പിൽ കൂടെ ഓർഡർ ചെയ്യാം. അങ്ങനെ പലതരം ഓപ്ഷൻസ് ഉണ്ട്, എല്ലാ ഓപ്ഷൻസും അവൈലബിൾ. അതെ, അടിപൊളി രസമല്ലായിരുന്നോ കാണാൻ? അല്ലായിരുന്നോ? അതെ, ഒരുമാതിരി കഴിഞ്ഞു. പോവാ. പാർക്കിംഗ് ഇവിടെ കടയുടെ മുന്നിൽ നമുക്ക് കുറേ സ്ലോട്ട്സ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് ബാക്ക് സൈഡിൽ ഒരു 4-5 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പം നമുക്ക് പാർക്കിങ്ങിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമുക്ക് കടയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവരുടെ പാർക്കിംഗ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാം. അതെ, അടിപൊളി ഷോപ്പിംഗ് നടത്താൻ തിരിച്ചു പോകാല്ലേ? അതെ, ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു.